നീറ്റ് എക്സാമിൻ്റെ സബ്ജക്ട്സിലോട്ട് വരുമ്പോൾ ബയോളജി ആൻഡ് കെമിസ്ട്രി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ബട്ട് ഫിസിക്സ് എന്നുള്ള സബ്ജക്ട്സ് എത്ര നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല. ഒടുക്കത്തെ പേടിയാണ്. ഈ പേടിയൊക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് ഫിസിക്സ് എന്നുള്ളൊരു സബ്ജക്ട്സ് സ്ട്രോങ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വൃത്തിക്ക് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, വൃത്തിക്ക് കാണുക മാത്രമല്ല ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫിസിക്സിൽ ആ പേടി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫിസിക്സിൽ പ്രോ ആകും എന്നുള്ളൊരു ഗ്യാരണ്ടി ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ തരാം. സോ ലാഗൊന്നും അടുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫിസിക്സിൽ എങ്ങനെ പ്രോ ആവുക എന്നുള്ളത് ഞാൻ ഒറ്റൊരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ ഒരു പ്രീ ബൈക്കാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നീറ്റ് എക്സാമിന് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സിലൂടെ ആയിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണുന്നു, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, എ ബസ് ട്രാവലിംഗ് ഫ്രം ഇൻ ഫസ്റ്റ് 1/3 ഇത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞു, നെക്സ്റ്റ് 1/3 ഇത്ര സ്പീഡിലാണ്, ആൻഡ് ലാസ്റ്റ് 1/3 ഇത്ര സ്പീഡിലാണെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ദി ബസ് എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ലാംഗ്വേജ് മനസ്സിലാക്കുക, ഇതിലെന്താണ് ചോദിച്ചിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് അത് കഴിഞ്ഞ ശേഷം ഉള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, ഈ ലാംഗ്വേജ് മനസ്സിലായ ശേഷം ഇത് ഏത് കോൺസെപ്റ്റാണ്, അതായത് ഏത് ചാപ്റ്ററിലെ ഏത് ഇക്വേഷൻ, അത് ഏത് പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മനസ്സിലാക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് കോൺസെപ്റ്റൊക്കെ മനസ്സിലായി, ഏത് ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായി. അടുത്തത് പറഞ്ഞാൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യൽ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ല് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കില്ല്. ഈ ഒരു 3-4 സ്റ്റെപ്പാണ് നമുക്ക് നീറ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഗവേൺ ചെയ്യുക. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്സും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിൽ മാസ്റ്റർ ചെയ്യാൻ പഠിച്ചു, ഇത്രയേ ഉള്ളൂ. ഇനി അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ലാംഗ്വേജ് കംപ്രഹെൻഷൻ സ്കിൽസ് അതെന്ന് പറഞ്ഞാൽ വല്ലാതൊന്നും മാറ്റർ ചെയ്യൂല. കാരണം നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലാക്കാൻ എടുക്കേണ്ട സ്കില്ല് ഇപ്പോൾ നീറ്റ് എക്സാമിന് നോക്കുകയാണെങ്കിൽ ഭയങ്കര കടുകട്ടി ലാംഗ്വേജിലൊന്നും വരില്ല, വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ അത് അത്ര ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടറല്ല. രണ്ടാമത്തെ പറഞ്ഞാൽ അവിടെ തന്നെ അക്യൂറസി എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ആവറേജ് സ്പീഡ് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്നൊക്കെ വായിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം, അതിൽ തന്നെ കറക്റ്റാണോ നോട്ട് കറക്റ്റാണോ എന്നുള്ള ആ സാധനം, ആ അക്യുറസി എന്നുള്ളതും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ എന്താണ്, കോൺസെപ്റ്റുവൽ നോളേജ്. ആ ക്വസ്റ്റ്യൻ മനസ്സിലായ ശേഷം നമുക്ക് ഏത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ സ്പീഡ് ഓർ സോൾവിങ് സ്പീഡ്. ഇനി ഹൗ ടു ഇമ്പ്രൂവ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക. ഫസ്റ്റായിട്ട് ഞാൻ ഒരു ബ്രോഡായിട്ട് ഒറ്റൊരു ആൻസർ പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രാക്ടീസ്, അല്ലാതെ ഒറ്റൊരു ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്മാർട്ടായിട്ട് വീണ്ടും ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഈ പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം, നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റുവൽ നോളേജ്. എങ്ങനെ ഈ കോൺസെപ്റ്റുവൽ നോളേജ് അടിപൊളി വെക്കുക, ഈ സാധനം തുടങ്ങണമെന്ന് വെച്ചാൽ നിങ്ങളെ ബേസിക്സ് മുതൽ തുടങ്ങും. നിങ്ങൾ ആ ഒരു ക്ലാസ് കേൾക്കുന്നത്, ഇപ്പോൾ ഫിസിക്സിൻ്റെ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് എത്ര വൃത്തിക്ക് കേൾക്കുന്നു എന്നുള്ള ഒരു സാധനം വെച്ചിട്ട് തുടങ്ങും. ആൻഡ് ഇവിടെ മറ്റേ സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബയോളജീൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് നല്ല വൃത്തിക്ക് കേട്ടു, ആൻഡ് നിങ്ങൾ നേരെ പോയി NCERT കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് 100% അതിൻ്റെ കോൺസെപ്റ്റുവൽ നോളജ് അടിപൊളിയായി. ബട്ട് അതേപോലെ ഫിസിക്സിനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ് നല്ല വൃത്തിക്ക് കേട്ടിട്ട് നിങ്ങളെന്താ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് ആ നോട്ട്സ് വൃത്തിക്ക് വായിച്ചു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കോൺസെപ്റ്റുവൽ നോളജ് 100% ആയി പറയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 40 to 50% ആയിട്ടുള്ളൂ, പകുതി ഇനി ബാക്കിയുണ്ട്. ആ ബാക്കി പകുതി എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ചെയ്യുമ്പോഴാണ്. അതായത് നമ്മളെ ക്ലാസ് കേട്ടു, നോട്ട്സ് നല്ല വൃത്തിക്കൊക്കെ ഉണ്ടാക്കി, ഇനി അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഫിസിക്സിൻ്റെ കേസിൽ കോൺസെപ്റ്റുവൽ നോളജ് 100% ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ജസ്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്താൽ മതിയോ? നോ, അതിൻ്റെ എല്ലാ ലെവലിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് 1 ഡൈമെൻഷൻ മോഷൻ എടുക്കുക. 1 ഡൈമെൻഷൻ മോഷനിൽ നിങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നുള്ളത് പഠിച്ചു വിചാരിച്ചോ. ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ആ ഒരു പാർട്ടിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ 100% അടിപൊളിയാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെന്താ ഒബ്വിയസ്ലി നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ആ 3 ഇക്വേഷൻ ഓഫ് മോഷനും അതെങ്ങനെ ഡിറൈവ് ചെയ്തെന്നുള്ള ആ ഒരു പ്യുവർ അതിൻ്റെ കോർ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പല ലെവൽസ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ബേസിക് ലെവൽ എന്താ വരിക? ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുക, V = U + AT.
അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താ? നമ്മളോട് പറഞ്ഞു ഒരു കാറ് ഇത്ര വെലോസിറ്റിയിൽ തുടങ്ങി ഇത്ര ആക്സലറേഷൻ ഇത്ര ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്താ? അവിടെ എന്താ നമുക്കറിയാം, ഡയറക്റ്റ്ലി വി ആണ് ചോദിച്ചിട്ടുള്ളത്, യു ഒന്നും കൂടെ ഏതൊന്നും കൂടി ടി തന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ലെവല്. ഈ ലെവലിൽ ഉള്ള ആപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതിയോ? നോ. ഇനി അടുത്ത ലെവൽ കുറച്ച് പോകുന്നത്. അടുത്ത ലെവൽ ഇപ്പോൾ എങ്ങനെ എന്തായാലും ഈ 3 ഇക്വേഷൻ ഓഫ് മോഷനും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ v = u + at അല്ലെങ്കിൽ s t = ut + half at square, v² = u² + 2as, ഈ 3 ഇക്വേഷനും ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതാണ് അടുത്ത ലെവൽ. ഇനി ഈ ലെവലിൽ മതിയോ? അല്ല, ഇനി അടുത്ത ലെവൽ പോകണം. അടുത്ത ലെവലിൽ നമുക്കറിയാം എന്ത്, കാൽക്കുലസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്താ പറയുക, കാൽക്കുലസ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് അടുത്ത ലെവൽ. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലെവൽ. അങ്ങനെ ഇങ്ങനെ ഓരോ ലെവല് ക്വസ്റ്റ്യൻസ് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റൽ നോളജ് ഫിസിക്സിൽ 100% ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന മൊഡ്യൂള്, നീറ്റ് PYQs, JEE PYQs, മോക്ക് ടെസ്റ്റ്, ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാത്രമല്ല കിട്ടേണ്ടത്. അതാണ് പലരും എനിക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വരലുണ്ട്. എനിക്ക് ഈ മൊഡ്യൂളത്തെ ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോക്ക് ടെസ്റ്റ് കുറച്ച് ലെവൽ കൂട്ടുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും സങ്കടപ്പെട്ടിട്ടും കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ അത് കിട്ടരുത്, എന്നാലല്ലേ നിങ്ങൾ പഠിക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ മൊഡ്യൂളത്തെ എല്ലാ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോണ മോക്ക് ടെസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ബേസിക് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളെന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുമോ? ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യണ മൊഡ്യൂളിൽ, നിങ്ങൾ എഴുതാൻ പോണ മോക്ക് ടെസ്റ്റിൽ, നിങ്ങൾ ചെയ്യുന്ന PYQസിലൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ കിട്ടരുത്. കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സൊല്യൂഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, ഓ ഓക്കെ ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ട് അപ്പോഴാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഒന്നും കൂടെ ആ സൊല്യൂഷൻ നോക്കുക. കാരണം നിങ്ങൾ സോൾവ് ചെയ്തൊരു അപ്രോച്ച് വേറെ ടൈപ്പ് ആവും, ആൻഡ് അതിൽ കൊടുത്ത സൊല്യൂഷൻ സോൾവ് ചെയ്ത അപ്രോച്ച് വേറെ ആവും. സൊല്യൂഷൻ സോൾവ് ചെയ്ത അപ്രോച്ചാണ് ഒന്നും കൂടി ഈസി. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കുറേ പാവ ക്വസ്റ്റ്യൻ ഒരു 1.5 മിനിറ്റ് എടുത്താവും സോൾവ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ സൊല്യൂഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, ഓ ഇതാകെ 30 സെക്കൻഡ് കൊണ്ടാണ് അതിൽ സോൾവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഈ സൊല്യൂഷൻ നോക്കിയിട്ടും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ തെറ്റ് പറ്റിയിട്ടൊക്കെയാണ് ഈ ഫിസിക്സിൽ ഇങ്ങനെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് വരിക. അല്ലാതെ ഈ ഫിസിക്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ സോൾവിങ്ങിലൊക്കെ പുലിയാവുക എന്നുള്ളത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് സാധനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോൺസെപ്റ്റ് നല്ല ക്ലാസ് നല്ല വൃത്തിക്ക് കേട്ട് പല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ മൾട്ടിപ്പിൾ പ്രാക്ടീസ് ത്രൂ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാലാണ് മാത്തമാറ്റിക്കൽ സ്കില്ലും ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്താ ഇങ്ങനെ ചെയ്ത് അടിപൊളിയാക്കേണ്ട ഒരു കാര്യം. ഒറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ ത്രൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇപ്പോൾ ചോദിച്ചു 8 + 7 എത്രയാണ്? അപ്പോൾ നിങ്ങൾ എന്ത് ഈസി ക്വസ്റ്റ്യനാണ്, 8 + 7 നിങ്ങൾ 15. ബട്ട് ഇതേ ക്വസ്റ്റ്യന് ഞാൻ നിങ്ങളൊരു 10-12 കൊല്ലം മുന്നേ നിങ്ങളിപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുക? 8 + 7 അല്ല 8, ഓരോ സംഖ്യയും കൊണ്ട് 9, 10, 11, 12, 13, 14 അങ്ങനെ കൂട്ടിയിട്ട് എന്തോ ലാസ്റ്റ് 17 എന്ന് പറയും. എന്താണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നത്? ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രായത്തിൽ നിന്ന് ഇതുവരെ നിങ്ങൾ കുറേ അഡീഷൻസ് ചെയ്തു. അഡീഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള വേറെ കുറേ സംഭവങ്ങളായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്തുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നില്ലേ? അതേപോലെ തന്നെ നിങ്ങളെ ഈ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് എന്നുള്ള ഇപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്സും നിങ്ങളിങ്ങനെ കൂടുതൽ എന്താണ് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരും. പിന്നെ ഈ നീറ്റിന് പറഞ്ഞാൽ ഭയങ്കര മാത്തമാറ്റിക്കൽ സ്കില്ലൊന്നും വേണ്ട. ഈ ബേസിക് ആയിട്ടുള്ള ഈ മൾട്ടിപ്ലിക്കേഷനും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിവിഷനൊക്കെ, അത് കുറച്ചൊരു സ്പീഡാക്കി കൊടുത്താൽ മതി. ആ സ്പീഡാക്കാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ 8 + 7 എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കൈമ കൂട്ടും. ഇപ്പം നിങ്ങൾ 8 + 7 എന്ന് പറഞ്ഞാണ്ട് ചട്ടപ്പടയെന്ന് പറഞ്ഞാണ്ട് ഒരു 15 എന്ന് പറയില്ലേ, അതേപോലെ നിങ്ങളെ ബേസിക് ആയിട്ടുള്ള മാത്സിൻ്റെ സാധനങ്ങളും ആക്കി കൊടുത്താൽ മതി. അതിനെ നിങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ സോൾവ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു 2 സാധനങ്ങൾ നിങ്ങൾ നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ല് ഇങ്ങനെ ചടപടേ ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കി വരും. ഇനി ഒറ്റൊരു കാര്യം കൂടി, നിങ്ങളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു 1 ഡൈമെൻഷൻ മോഷനത്തെ ഒരു കോൺസെപ്റ്റ് നല്ല വൃത്തിക്ക് പഠിച്ചു. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. എന്നിട്ട് ഒരു മാസം ആ ഒരു ഭാഗത്തേക്ക് മൈൻഡ് ആക്കിയതേ ഇല്ല. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ട് വീണ്ടും 1 ഡൈമെൻഷൻ മോഷൻ അത് റിവിഷന് വേണ്ടിയിട്ടൊന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ സോൾവ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ 1 ഡൈമെൻഷൻ മോഷൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് വരികയാണ്. ആൻഡ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ മുന്നേ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത, നിങ്ങൾ പഠിച്ചൊരു സാധനം
കിട്ടാതെ വന്നിട്ട് നിങ്ങൾ അന്ന് നല്ല വൃത്തിക്ക് പഠിച്ചിരുന്നു ഇതിൻ്റെ അപ്രോച്ച്. ബട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ സെയിം സാധനം ഒരു ക്വസ്റ്റ്യനായി വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. അപ്പോൾ അതാണ്, നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് ആ ചാപ്റ്റർ മാസ്റ്ററാക്കി കഴിഞ്ഞാലും ആ ഒരു സാധനങ്ങൾ, നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ റിവിഷൻ ചെയ്തില്ലെങ്കിൽ ആ സാധനം ഫുള്ള് മൈൻഡിൽ നിന്ന് പോകും. പിന്നെ വീണ്ടും അഗെയിൻ നിങ്ങൾ ആദ്യം മുതൽ ഫ്രം ദ സ്റ്റാർട്ട് ബേസ് മുതൽ ഇമ്പ്രൂവ് ആക്കി വരേണ്ടി വരും. ഇപ്പോൾ ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ റിവിഷൻ ചെയ്യുക? ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജിയാണ് മിസ്റ്റേക്ക് ബുക്ക്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂള് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിൽ വരുമ്പോൾ ഇതിന് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നീറ്റിൻ്റെ PYQs, ജെയ്മെയിനിൻ്റെ PYQs ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്ക് ആൻഡ് നിങ്ങൾക്ക് കിട്ടാതെ പോലെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ബുക്കിൽ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നു. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, എനിക്ക് കിട്ടാതെ പോയത് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ചിലപ്പോൾ വെറുതെ KPP കിട്ടി പോയി എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് റെഡി ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആ ക്വസ്റ്റ്യൻ വിത്ത് അതിൻ്റെ പ്രോപ്പർ സൊല്യൂഷൻ അത് ഞാൻ എടുക്കുക, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അപ്രോച്ച് ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് അതിങ്ങനെ വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് നല്ല വൃത്തിക്ക് പക്കായിട്ട് നിങ്ങളെ തലയിലുണ്ടാവും. അപ്പോൾ ആരും മറക്കണ്ട, മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ്, നിങ്ങൾ പഠിക്കണ സൊല്യൂഷന്, നിങ്ങൾ പഠിക്കണ അപ്രോച്ചും കാര്യങ്ങളൊക്കെ ആ മിസ്റ്റേക്ക് പോലാക്കി വെക്കുക. ആൻഡ് അതിങ്ങനെ ടൈം ടു ടൈം റിവിഷൻ ചെയ്ത് ഇങ്ങനെ വരിക. എന്നാലേ നിങ്ങൾ ഫിസിക്സ് ആ സ്ട്രോങ് ആക്കിയ കാര്യം നിങ്ങളെ മൈൻഡിൽ ഫുള്ളായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രെപ്പ് മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫിസിക്സ് ഇമ്പ്രൂവ് ആയി വരുന്നത് കാണും. പിന്നെ ഈ ഇമ്പ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കോൺഫിഡൻസ് ഇങ്ങനെ അടിപൊളിയായി വരും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് 180 ഒരു ഫിസിക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 80 ആണ് കിട്ടുന്നത് വിചാരിച്ചോ. ബട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഫോളോ ചെയ്ത് കൊടുക്കുമ്പോൾ അത് 90 ആവും, 100 ആവും, 110 ആവും, 120. പിന്നെ ഒരു 120 ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഫിസിക്സ് ഇങ്ങനെ ഭയങ്കര നിങ്ങൾ സ്ട്രോങ് ആയി എന്നുള്ളൊരു സാധനം കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഇങ്ങനെ പോയിട്ട് ഫിസിക്സ് അവസാനം നിങ്ങളെ നീറ്റ് എക്സാമിൻ്റെ സ്കോർ വരുമ്പോൾ 180 ഔട്ട് ഓഫ് 180 നിങ്ങൾക്ക് ഫിസിക്സിൽ കിട്ടിയിട്ട് നിങ്ങൾ എന്നെ താങ്ക് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, നിങ്ങളെ ഫിസിക്സ് എല്ലാം അടിപൊളിയാവും. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോ. ആൻഡ് ഇനി എന്താണ് നിങ്ങൾക്ക് കോണ്ടൻറ്റ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ വരണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.